നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്ന കല്ലുക്കാരൻ ബേബിയുടെ കുടുംബത്തിന് മരണാനന്തര സഹായം കൈമാറി. പാർലം CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് KSEB വളവിന് സമീപം റോഡിൽ വാഹനത്തിലെ എണ്ണ ചോർന്നതുമൂലം ബൈക്ക് യാത്രക്കാർ തെന്നി വീണു. ആർക്കും സാരമായ പരിക്കില്ല. വാർത്തകൾ വിശദമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്ന കല്ലുക്കാരൻ ബേബിയുടെ കുടുംബത്തിന് മരണാനന്തര സഹായം കൈമാറി. 10 ലക്ഷം രൂപയുടെ ചെക്ക് അവകാശിക്ക് ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് PG വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. PS സുരേഷ്, ട്രഷറർ KL ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടില് ഒരുപിടി സംഘടനകളുണ്ട്. അവർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ആ സംഘടനകൾക്കൊക്കെ കഴിയാതിരുന്നൊരു കാര്യം ഏകോപന സമിതിയുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് ഈ ഭദ്രത്തിന്റെ രൂപത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയങ്കരനായ റവന്യൂ മിനിസ്റ്റർ രാജേട്ടൻ. ഈ രാജേട്ടൻ ഈ പദ്ധതിയെക്കുറിച്ച് കേട്ടപ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയും വലിയ ആശങ്ക അദ്ദേഹം നമ്മളോട് പ്രകടിപ്പിച്ചു. നമ്മുടെ അടുത്ത സുഹൃത്ത്. അതുകൊണ്ട് തന്നെ ആശങ്ക അദ്ദേഹം തുറന്നു പറഞ്ഞു എങ്ങനെ ഈ പദ്ധതി പ്രവർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്ത് ചാടി ആരംഭിച്ച പദ്ധതിയുമല്ല. 3-4 വർഷമൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ വിവിധ വശങ്ങളെ കുറിച്ചിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും അനലൈസ് ചെയ്തിട്ടൊക്കെയാണ് ഈ പദ്ധതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആരംഭിച്ചിടത്തോളം നമുക്കൊരു തടസ്സങ്ങളില്ലാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമ്മളിന്ന് ബേബി ചേട്ടൻ്റെ കുടുംബത്തിന് ധനസഹായം 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. നമുക്കൊക്കെ അറിയാം നമ്മുടെ വ്യാപാര മേഖലയിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന വ്യാപാരമാണ്. പാറളം CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് 8.5 കൊല്ലത്തിലേക്ക് കടക്കുകയാണ്. കേരള ചരിത്രത്തിലെ ആദ്യമാണ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് 5 കൊല്ലത്തിൽ കൂടുതൽ അധികാരത്തിലിരിക്കുന്നത്. തുടർച്ചയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എന്നിടത്തേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ആദ്യമായി ഉള്ള ഭരണമാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് വരാതിരിക്കുന്നതിന് വേണ്ടി 2021 തൊട്ടു മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ അതിരൂക്ഷമായ ഇടതുപക്ഷ വിരുദ്ധ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിരുദ്ധ പ്രചാരവേല നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയായിരുന്നു? ഖുറാനിലെ ഈത്തപ്പഴം അല്ലേ, ഈത്തപ്പഴത്തിനകത്ത് സ്വർണം, അല്ലെങ്കിൽ ഈത്തപ്പഴവും വിശുദ്ധ ഖുർആൻ. പിന്നെ അത് ബിരിയാണി ചെമ്പായി. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസികളും
2020-21 കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് അരിച്ചു പറക്കി. ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കുന്നു, കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ ഒരു FIR ഇടാൻ ഇവർക്കായോ എന്നതാണ് രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ വരവിന്റെ പ്രധാനപ്പെട്ട കാരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധിപ്പിക്കാൻ, മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാൻ എല്ലാവരും നടത്തിയ പരിശ്രമമുണ്ട്. ഒരൊറ്റ വർത്താനേ പറഞ്ഞുള്ളൂ, മടിയിൽ കനമില്ല, ഞങ്ങൾക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പ്രഖ്യാപിച്ചു. ജനങ്ങൾ അത് സ്വീകരിച്ചു. 2016 മുതൽ 21 വരെ ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഈ സംസ്ഥാനത്ത് വേണം എന്ന് ജനങ്ങൾ വിധിയെഴുതി 99 സീറ്റിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. സദീപ് കെ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കൂട്ടാലക്കുന്ന് ചൊവ്വൂർത്താഴം പടവ് കൃഷിയോഗ്യമാക്കണമെന്ന CPM പാർലം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ലോക്കൽ സെക്രട്ടറിയായി TG വിനയനെ സമ്മേളനം തെരഞ്ഞെടുത്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം വർഗീസ് PR, ഏരിയ സെക്രട്ടറി AS ദിനകരൻ, KK അനിൽ, സെബി ജോസഫ്, TG വിനയൻ, ജെയിംസ് P പോൾ എന്നിവർ സംസാരിച്ചു. സദീപ് കെ ജോസഫ്, ജെയിംസ് P പോൾ, TR മീര, അഡ്വക്കേറ്റ് KV ബാബു എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ചേർപ്പ് KICB വളവിന് സമീപം റോഡിൽ വാഹനത്തിലെ എണ്ണ ചോർന്നതുമൂലം ബൈക്ക് യാത്രക്കാർ തെന്നി വീണു. ആർക്കും സാരമായ പരിക്കില്ല. ഇരിങ്ങാലക്കുടയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന റോഡ് വൃത്തിയാക്കി. ഈ ഭാഗത്ത് വാഹനങ്ങളിൽ നിന്നും എണ്ണ ചോരുന്നത് പതിവാണ്. അമിത വേഗത്തിൽ എത്തുന്ന വാഹനങ്ങൾ വേഗം കുറയ്ക്കാതെ വളവ് തിരിക്കുന്നതാണ് ഇതിനു കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കലയെയും മനുഷ്യനെയും സ്നേഹിച്ച പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ PK സത്യദേവൻ ഇനി ഓർമ്മ. ആതുര രംഗത്തും കലാസാംസ്കാരിക രംഗത്തും ഒരു കാലത്ത് നിറഞ്ഞു നിന്നു അദ്ദേഹം. കാലടി സ്വദേശിയായ സത്യദേവൻ 1974 ചേർപ്പിലെത്തുന്നത്. ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടറായ കാലയളവിൽ ആശുപത്രിയുടെ വികസനത്തിലും വലിയ പങ്ക് വഹിച്ചു. ആശുപത്രിയിൽ നിന്ന് വിരമിച്ച ഡോക്ടറെ വലിയ ഘോഷയാത്രയോടെയാണ് ആദരിച്ചത്. വിരമിച്ച ശേഷം ആശുപത്രിക്ക് സമീപമുള്ള വീട്ടിൽ തുടങ്ങിയ ക്ലിനിക്ക് ഒരർത്ഥത്തിൽ പാവങ്ങളുടെ ആതുരാലയമായിരുന്നു. ഏതു പാതിരാത്രിയിലും ഏതു രോഗിക്കും ചികിത്സ തേടി സ്വന്തം വീട് പോലെ കടന്നു ചെല്ലാൻ കഴിയുന്ന ജനപ്രിയ ഡോക്ടർ കൂടിയായിരുന്നു അദ്ദേഹം. ഫീസ് നോക്കാതെ സേവനം നടത്തിയ ഡോക്ടർ സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന ഒട്ടേറെ പേർക്ക് ആശ്വാസമായിരുന്നു. സർഗചിത്ര ഫിലിം സൊസൈറ്റി, രംഗധാര ആർട്ട് സൊസൈറ്റി, ചേർപ്പ് ആർട്ട് സൊസൈറ്റി, ചേർപ്പ് കഥകളി ക്ലബ്ബ്, CNN കലാഗ്രാമം, ചേർപ്പ് യൂണിയൻ പബ്ലിക് ലൈബ്രറി എന്നിവയുടെ മുൻനിര പ്രവർത്തകനായിരുന്നു. ചേർപ്പിന്റെ സാംസ്കാരിക പരിപാടികളിൽ പ്രധാന ചുമതല വഹിച്ചു. ജില്ലാ സ്കൂൾ കലോത്സവം ചേർപ്പിൽ നടന്ന സമയത്താണ് ആദ്യമായി ഓരോ വിജയികൾക്കും ട്രോഫി നൽകിയത്. വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ട്രോഫിയും വേണമെന്ന നിർദ്ദേശം കൊണ്ടുവരികയും അതിനായി സ്പോൺസറെ കണ്ടെത്തിയതും ഡോക്ടറായിരുന്നു. ചാഴൂർ കുറുമ്പിലാവ് CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് തല്ലി തകർക്കുകയും ലോക്കൽ സെക്രട്ടറിയുടെയും ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റിന്റെയും വീട് ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കേസിൽ 11 അംഗ ഗുണ്ടാ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പഴുവിൽ സ്വദേശി ചെമ്മാനി വീട്ടിൽ ഉണ്ണിമോൻ എന്ന രഞ്ജിത്ത്, കോളുപുരയ്ക്കൽ ദിനേശ്, വലിയപറമ്പിൽ വീട്ടിൽ അമൽരാജ്, പൊറ്റേക്കാട്ട് വീട്ടിൽ മണികണ്ഠൻ, എടത്തിരുത്തി സ്വദേശി കൊണ്ടപ്രശ്ശേരി വീട്ടിൽ രോഹൻ, പുള്ളു സ്വദേശി ചെറുവള്ളിക്കാട്ടിൽ ശരത് ചന്ദ്രൻ, താന്യം സ്വദേശികളായ ഏങ്ങാണ്ടി വീട്ടിൽ പെടലി അനന്തു എന്ന അനന്തകൃഷ്ണൻ, ശ്രീകുട്ടൻ, കാട്ടൂർ സ്വദേശി തോട്ടപ്പള്ളി അജീഷ്, കൈപ്പമംഗലം സ്വദേശികളായ പൂത്തൂർ വീട്ടിൽ സൂരജ്, പഴുപ്പറമ്പിൽ അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കൈപ്പമംഗലം, കാട്ടൂർ, പഴുവിൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ ദിവസം പഴുവിൽ ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിനിടെയുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതനായ പ്രതികൾ ക്ഷേത്രം ഭാരവാഹികളുടെ വീടിന് നേരെ ഗുണ്ടാക്രമണം നടത്തുകയും പാർട്ടി ഓഫീസ് തല്ലി തകർക്കുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, ഉപദേശക സമിതി അംഗവും CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ AB ജയപ്രകാശ് എന്നിവരുടെ വീടാണ് പ്രതികൾ ആക്രമിച്ചത്. ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷമാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തത്. പ്രതികളെല്ലാം സ്ഥിരം ക്രിമിനലുകളും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളുമാണെന്ന് പോലീസ് പറഞ്ഞു. ഈ ചാഴൂർ പ്രദേശത്തെ ഗുണ്ടാ സംഘങ്ങൾ നിയമം കയ്യിലെടുത്ത് ആ അമ്പല കമ്മിറ്റി ഭാരവാഹികളുടെയും അതുപോലെ തന്നെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത സംഭവം ഉണ്ടായി. സമയബന്ധിതമായി ഉണർന്നു പ്രവർത്തിച്ച പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അവരെ
സഹായിച്ച് ഒളിവിൽ പോകുന്നതിനും ഒളിവിൽ പാർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്ത മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതിനും സംഘടിത കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഈ സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി BNS-ലെ പുതിയ സെക്ഷനുകൾ പ്രകാരമുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും ഈ പ്രതികളെ ഇന്നലെ വൈകുന്നേരം ചന്ദ്രാപിനിയിൽ നിന്നും അതുപോലെ തന്നെ കാട്ടൂർ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ IPS അവറുകളുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSPയുടെ സ്ക്വാഡും അതുപോലെ തന്നെ ഡാൻസാഫും ചേർപ്പ് IP അവറുകളും അന്തിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീ അജിത്തും ൻ്റെയും കൂടെയുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമഫലമായിട്ടാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി റൂറൽ SP നവനീത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, അന്തിക്കാട് SHO അജിത്, SI-മാരായ P ജയകൃഷ്ണൻ, M അരുൺകുമാർ, KJ ജോസി, ASI സൂരജ് V ദേവ്, സീനിയർ CPO-മാരായ ES ജീവൻ, CG ധനേഷ്, സോണി സേവ്യർ, CPO-മാരായ KS ഉമേഷ്, സുർജിത് സാഗർ, VS അനൂപ്, KV ഫെബിൻ, MM മഹേഷ് എന്നിവരാണ് പ്രതികളെയെല്ലാം പിടികൂടിയത്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മത്സ്യത്തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളിയെ വസതിയിലെത്തി അനുമോദിച്ചു. 70 വർഷത്തോളമായി പെരിങ്ങോട്ടുകര മുതൽ തൃശൂർ വരെയുള്ള പ്രദേശങ്ങളിൽ കാവു ചുമന്ന് കാൽനടയായി മത്സ്യവിതരണം നടത്തുകയും പുഴയിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുകയും ചെയ്തിരുന്ന ചെമ്മാപ്പിള്ളി ഉണ്ണിക്കണ്ടത്ത് മുഹമ്മദിന്റെ മകൻ 93 വയസ്സുള്ള അബ്ദുൽ ഖാദറിനെയാണ് അനുമോദിച്ചത്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറയൻ ഷോൾ അണിയിച്ച അബ്ദുൽ ഖാദറിനെ അനുമോദിച്ചു. കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, ബെന്നി വാളമുക്ക്, റിജു കണക്കന്തറ എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചർ ഫോറം എന്ന് പറഞ്ഞ സംഘടനയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ചവരെ അനുമോദിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയുന്ന അന്തർദേശീയ മത്സ്യത്തൊഴിലാളി ദിനമാണ്. അപ്പോൾ ഒട്ടനവധി മേഖലകളിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഖാദർക്ക് ഞാൻ ഇവിടെ വരുമ്പോൾ ഇത്ര കെടുപ്പാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അപ്പോൾ യെസ്, അപ്പോൾ എന്തായാലും ഖാദർക്കാനെ അനുമോദിക്കാൻ പറ്റിയിട്ട് അത് സന്തോഷമുണ്ട്. കാരണം ഇത്രയും സീനിയർ ആയിട്ട് ഏകദേശം നോക്കുമ്പോൾ ഒരു 56 വയസ്സ്. അപ്പോ ഏകദേശം 60 കൊല്ലത്തിന് മുകളിൽ മീനിന്റെ ബിസിനസ് നടത്തിയിരുന്ന ആളാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൃതമായിട്ട് ആളെ തന്നെയാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അപ്പൊ ഇതൊരു ചെറിയ സംവിധാനമാണ്. ഞങ്ങള് ഇതൊന്നും വലിയ ഒരു കുട്ടികളുടെ പരിപാടികളല്ല. മീൻ പിടിക്കലും അതുപോലെ തന്നെ പണ്ട് കാവുമ്മൽ മത്സ്യം കൊണ്ടുപോലൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലേ ഞങ്ങള് കണ്ട് പരിചയമുള്ള വ്യക്തി എന്ന നിലയിലേ ഖാദർഖാനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഖാദർഖാൻ ഇത്രയും ഇതായിട്ടുള്ള കിടപ്പിലാണെന്നുള്ളത് ഞങ്ങൾ അറിയില്ലായിരുന്നു. അല്ലെ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ IATUC തൃശൂർ KSRTC ബസ് സ്റ്റേഷനിൽ ധർണ നടത്തി. IATUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷാമബത്ത അനുവദിക്കുക, ശമ്പളം അവസാന പ്രവൃത്തി ദിവസം തന്നെ വിതരണം ചെയ്യുക, NPS കുടിശ്ശിക അടച്ചു തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വർക്കേഴ്സ് കോർഡിനേഷൻ കൌൺസിൽ ജില്ലാ സെക്രട്ടറി VS ജയനാരായണൻ, തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ I സതീഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം UV വാസുദേവൻ, ജില്ലാ പ്രസിഡന്റ് M സതീഷ്, ജില്ലാ സെക്രട്ടറി KN ഷാബു എന്നിവർ സംസാരിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് താൽക്കാലികമായി മണ്ണാരംതോട് വനിതാ കലാകേന്ദ്രം കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനാൽ നവംബർ 22, 23, 24, 25 ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7145 രൂപ,
പവന് 57,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്ന കല്ലൂക്കാരൻ ബേബിയുടെ കുടുംബത്തിന് മരണാനന്തര സഹായം കൈമാറി. പാർലം CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിയർ ചിറ്റിലപ്പള്ളി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് KSEB വളവിന് സമീപം റോഡിൽ വാഹനത്തിലെ എണ്ണ ചോർന്നതുമൂലം ബൈക്ക് യാത്രക്കാർ തെന്നി വീണു. ആർക്കും സാരമായ പരിക്കില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.